എന്തുകൊണ്ടാണ് കുടുംബങ്ങൾക്ക് പല വിഷയങ്ങളിലും മുന്നേറാൻ കഴിയാതിരിക്കുന്നത്? ഓരോ കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മുൻപിൽ തോറ്റുപോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായി, കുടുംബമായി, ദൈവസഭയായി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. പല കാരണങ്ങളുണ്ട് എന്ന് എടുത്ത് ഞാൻ പറയുന്നു. എന്നാൽ അതിലെ ഒരു കാരണം, ഇസ്രായേൽ ജനതയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കാതെ അവർക്ക് വൻ തോൽവി ഉണ്ടായി. ആ തോൽവി അനുഭവിക്കുന്ന സമയത്ത് അവരുടെ നേതാവ് ദൈവസന്നിധിയിൽ നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ട്. അവർ പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയാണ്. പ്രത്യേകിച്ച് ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വളരെ വലുതാണ്. ദൈവം അവരോട് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടി ഇരിക്കാമെന്നാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് പേടിക്കാനാണ്? പക്ഷെ അങ്ങനെ വിലയേറിയ വാഗ്ദത്തങ്ങൾ കിട്ടിയ ഇസ്രായേൽ ജനം, ഇത് നേരിട്ട് കേട്ട നേതാവ്, ഇവരൊക്കെ ഇടറിപ്പോയി. ആ വിഷയമാണ് യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തിനായി സ്തോത്രം. അവിടുത്തെ പുത്രനെ ഈ ലോകത്തിൽ അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമാക്കി തീർത്തതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ തുറന്ന് അവിടുന്ന് മുടക്കിയ വിലയെക്കുറിച്ച് തിരിച്ചറിയുവാനും വിശ്വാസത്താൽ ആ ദൈവകൃപ ഏറ്റെടുക്കുവാനും ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വചനത്താൽ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അന്തരാത്മാവിൽ കേൾക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപ പകരണമേ. ഞങ്ങളുടെ മനസ്സുകളെ പതറിപ്പിക്കുന്ന സകല ചിന്തകളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഏകാഗ്രമായിരിക്കാൻ, വിമർശന ബുദ്ധിയോടെയല്ല, കർത്താവേ അരുളി ചെയ്യണമേ എന്നുള്ള മനോഭാവത്തോടെ ഇരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് മഹത്വം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ കഴിഞ്ഞുപോയ 6 അധ്യായങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് 7-ാം അധ്യായം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ തുടക്കത്തിലെ വാക്ക് തന്നെ ഒരു ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ തുടങ്ങുന്നത് ബട്ട് എന്ന വാക്കോട് കൂടിയാണ്. മലയാളത്തിലും തത്തുല്യമായ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 അധ്യായങ്ങൾ കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടക്കുന്നു. ഒരു ജയത്തിൽ നിന്നും മറ്റൊരു ജയത്തിലേക്ക് അവര് യോശുവയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന അനുഭവമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ അപാരമായ വാഗ്ദത്തങ്ങൾ ദൈവം യോശുവയ്ക്ക് കൊടുക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ നേതൃത്വത്തിലേക്ക് മോശയുടെ കാലഘട്ടത്തിന് ശേഷം കടന്നു വന്ന യോശുവ അല്പമായി ഭയന്നു കാണും. ആവർത്തിച്ച് ദൈവം പറയാണ്, ഭയപ്പെടണ്ട.
മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. നിന്റെ ജീവകാലത്ത് ഒരുവനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. ഇങ്ങനെയുള്ള വളരെ വലിയ വാഗ്ദത്തങ്ങൾ നേരിട്ട് യോശുവയോട് പറയുകയാണ്. എന്റെ ദാസനായ മോശ മരിച്ചു. അടുത്ത ദൈവത്തിന്റെ പ്രൊജക്റ്റ് മരിക്കുന്നില്ല, ദൈവിക വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. ആ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് ഇസ്രായേൽ മക്കളെ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുവാൻ ദൈവം പ്രത്യേക നിലയിൽ ജോഷുവയെ കമ്മീഷൻ ചെയ്യുകയാണ്. നേരത്തെ തന്നെ മോശയുടെ കരം ജോഷുവയുടെ മേൽ വെച്ചിരുന്നു. മോശയുടെ കരത്തിന് വെള്ളമൊഴിച്ചവനാണ് ജോഷുവ. അദ്ദേഹം ട്രെയിൻഡ് ആണ്. മോശയുടെ അധികാരത്തിൽ നിന്ന് അവന്റെ മേൽ കൈവച്ചിരുന്നു. മോസസിന്റെ കാലശേഷം ജോഷുവയെ ദൈവം രംഗത്ത് കൊണ്ടുവരികയാണ്. നേരിട്ട് ദൈവം ഇടപെടുകയാണ്. ഇതൊക്കെയാണ് 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത്ഭുതകരമായി യോർദാനിലൂടെ ഇസ്രായേൽ ജനം കടക്കുകയാണ്. അസാധ്യമായി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ തോറ്റുകൊടുക്കാതെ യോശുവയും ഇസ്രായേൽ ജനം കൂടെ അക്കരെ കടക്കുന്നു. പെട്ടകമേന്തിയ പുരോഹിതന്മാർ അവരുടെ കാലുകൾ ആ വെള്ളത്തിൽ ആ കാലുകൾ സ്പർശിച്ചപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ അവിടെ നിന്നു. ഒന്നും അസാധ്യമായിട്ട് അവർക്കില്ല. ദൈവം അവരുടെ കൂടെയുള്ള ജനം. 400 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ദൈവം മോശ മുഖാന്തരം ഇവരെ വിടുവിച്ച് 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി കനാൻ ദേശമാകുന്ന വാഗ്ദത്ത ദേശത്തിന്റെ വക്കിൽ വന്ന് നിൽക്കുമ്പോഴാണ് മോസസ് മരിക്കുന്നത്. മോസസ് മരിച്ച ശേഷവും ദൈവത്തിന്റെ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചില്ല. ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം ജോഷുവയിലൂടെ ദൈവം നിറവേറ്റുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പട്ടണം അവർ പിടിച്ചെടുക്കുകയാണ്. ജെറിക്കോ, യെരിഹോവിന്റെ മതിലുകൾ അവരുടെ ആർപ്പുവിളിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദൈവത്തിന്റെ വലിയ ശക്തിയാൽ, കൃപയാൽ ആ മതിൽക്കെട്ടുകൾ താഴെ വീഴുന്നു. അവർ അകത്ത് കയറുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും അതൊന്ന് മനസ്സിലാക്കാൻ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യം പരിശോധിക്കുക. 27-ാം വാക്യം. അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു. ഇതാണ് 6-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ. ഗോഡ് വാസ് വിത്ത് ജോഷുവ. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ ബട്ട്. ഭയങ്കര ഷിഫ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ശത്രുക്കൾക്കൊന്നും ഇവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഓരോന്നോരോന്നായിട്ട് ഇവർ തോൽപ്പിച്ചവർ മുന്നേറുകയാണ്. ആ സാഹചര്യത്തിലാണ് എന്നാൽ 7-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. 7-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് കനാൻ ദേശമാകുന്ന വാഗ്ദത്ത ഭൂമിയിൽ അവർ അനുഭവിക്കുന്ന ആദ്യത്തെ തോൽവിയാണ്. വളരെ നിസ്സാരമായി അവർക്ക് തോന്നിയ ഈ പട്ടണത്തിന് മുൻപിൽ അവർ തോറ്റു ഓടേണ്ടി വന്നു. 8-ാം അധ്യായത്തിൽ പിന്നെ അവർ ജയിക്കുന്ന ചരിത്രമുണ്ട്. എന്നാൽ അങ്ങോട്ട് ഇന്ന് പകൽ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഈ തോൽവി വന്നു? ഇത്രയധികം വാഗ്ദത്തങ്ങളുള്ള ദൈവത്തിന്റെ ജനം, ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിന്റെ ജനം, പെട്ടകമുള്ള ദൈവത്തിന്റെ ജനം, ജോഷുവയെ പോലെ ഒരു അഭിഷക്തൻ നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ ജനം, അവരെന്തുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ തോറ്റ് ഓടേണ്ടി വന്നു? ആ ഒരു ഭയാനകമാകുന്ന സംഭവമാണ് നാം വായിച്ച കുറിവാക്യത്തിൽ യോശുവ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഉപവസിക്കുവാൻ, കരയുവാൻ, ദുഃഖം പ്രകടിപ്പിക്കുവാനായി സമയം എടുക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ ആദ്യത്തെ തോൽവി നമ്മൾ കാണുന്നത്. ജയാളികളായ ആളുകളെ ഭീരുക്കളായി ഓടുന്ന ഒരു സ്ഥിതി. ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകണം. ചരിത്ര സംഭവം യോശുവയുടെ കാലത്ത് ഇങ്ങനെ നടന്നു, പിന്നെ യോശുവ ജയിച്ചു എന്ന് പറയുമ്പോൾ
ഇന്ന് ഈ വർത്തമാനകാലത്തുള്ള നമുക്ക് NLAG ദൈവസഭയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകണം. കടുങ്കട്ടായുള്ള കെട്ടുകൾ ജയിക്കാൻ കഴിയാതെ ഒന്നിനു പുറകെ ഒന്നായി തോൽവി മാത്രം അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? പല കാരണങ്ങളുണ്ട്. അതിലെ ഒരെണ്ണം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. വ്യക്തിപരമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കരുതാത്തത് നടക്കുന്നുണ്ടെങ്കിൽ, ആത്മീകമായി എനിക്ക് ജയിക്കാൻ കഴിയാതെ നിൽക്കുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ നിരന്തരമായി എനിക്ക് തോൽവിയുടെ അനുഭവമാണ്, ആത്മീകമായി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, NLAG ദൈവസഭയ്ക്ക് ശത്രുവിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്കറിയാം അവർക്കുള്ള അക്ഷരികമായ ശത്രുക്കളല്ല നമുക്കുള്ളത്. അക്ഷരികമായി വെളിപ്പെട്ടു വരുന്ന ആളുകളിൽ വ്യാപരിക്കുന്ന ദുഷ്ട ആത്മസേനകളുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേന. We are in battle. നമ്മൾ യുദ്ധക്കളത്തിലാണ്. ജയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ജയവീരനാകുന്ന ദൈവം നമ്മുടെ മുൻപിലുണ്ട്. വിലയേറിയ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളാരും പരാജയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പരാജയപ്പെടാനല്ല ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ഇറക്കിയത്. ഇതൊക്കെ സത്യമാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് തലമുറയുടെ വിഷയത്തിൽ എന്തുകൊണ്ടൊരു ജയം വരുന്നില്ല? കുടുംബജീവിതത്തിൽ എന്തുകൊണ്ടൊരു ജയം വരുന്നില്ല? ആത്മീകമായ പ്രോഗ്രസ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? There must be a reason. എന്റെ ശ്രദ്ധ ഈ ടെക്സ്റ്റിലേക്ക് തിരിയാൻ പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണം കർത്താവ് അതെന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതെന്റെ മനസ്സിലേക്ക് വരുമ്പോൾ പല കുടുംബങ്ങളെ 1, 2, 3, 4 എന്നും പറഞ്ഞ് അക്ഷരികമായ നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുകയല്ല, പക്ഷെ എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് കർത്താവ്. ദിസ് ഇസ് വെരി സീരിയസ്. ഈ വീഴ്ച നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമ്മൾ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സാധാരണ യഹൂദന്മാര് അവരുടെ വേദനയുള്ള സമയത്ത്, തേങ്ങി വിങ്ങി കരയുന്ന സമയത്ത് ദുഃഖപ്രകടനമായി അവർ ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വസ്ത്രം കീറുക, അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ട്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യണമെന്ന് പറയുകയല്ല, പക്ഷെ ഇത് കാണിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഈ നിലയിലായിരുന്നു. തീവ്ര ദുഃഖം അവര് പ്രകടിപ്പിക്കുകയാണ്. ജോഷുവയും എൽഡേഴ്സും മൂപ്പന്മാരും കൂടെ ഹൃദയം കീറി അവരുടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകൊണ്ട് വസ്ത്രം കീറി പൂഴിവാരി തലയിലെല്ലാം കൂടെ ഇട്ടിട്ട് സാഷ്ടാംഗം വീണു ദൈവസന്നിധിയിൽ കമൾ വീണ് കിടക്കുകയാണ്. ദിസ് ഇസ് ദ വേ ദേ യൂസ്ഡ് ടു ഫാസ്റ്റ്. ഇതായിരുന്നു അവരുടെ പോസ്ചർ. തീവ്രമായ ദുഃഖം അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ അവർ കടന്നു വന്ന് വീഴുകയാണ്. എന്നിട്ടൊരു വാക്കൂടെ, യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിലാണ്. ദൈവ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന, സൂചിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ദി ആർക്ക് ഓഫ് ദ കവനന്റ്. 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ, ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഈ പെട്ടകം കൊണ്ടാണ് പുരോഹിതന്മാർ ആദ്യം യോർദാനിൽ കാൽ വെക്കുന്നത്. ആ യോർദാന്റെ കുത്തൊഴുക്കുകളെല്ലാം അവിടെ നിന്നു. ഇസ്രായേൽ ജനം അക്കരെ കടന്നു. 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ പെട്ടകം ഏന്തിക്കൊണ്ടാണ് നിയോഗിക്കപ്പെട്ട ആളുകൾ മുന്നിൽ നടന്ന്, ഇസ്രായേൽ ജനം പുറകിൽ നടന്ന് യെരിഹോ മതിലിന് അവർ വലം വെക്കുന്നത്. ഇങ്ങനെ ആയിൽ പോകുമ്പോൾ പെട്ടകം എടുത്തോണ്ട് പോകണമെന്നൊന്നും ദൈവം ആ സമയത്ത് ആവശ്യപ്പെട്ട് കാണുകയില്ല. എന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള ദൈവത്തിന്റെ ജനം അവര് ഇവിടെ തോറ്റുപോകുന്നു. ദൈവ സാന്നിധ്യം വിട്ടുപോയാൽ പിന്നെ പെട്ടകമെന്ന് പറയുന്നത് ഒരു ഫർണിച്ചർ മാത്രമേ ഉള്ളൂ. ആ പെട്ടകത്തെ
ദൈവകൃപയേറിയതാക്കുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. ദൈവം വിട്ടുപോയാൽ then it's just a piece of furniture. ദൈവം വിട്ടുപോയോ? ദൈവം കൂടെ നിന്നില്ലേ? എന്തുകൊണ്ട് കൂടെ നിന്നില്ല? എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, സന്ധ്യ വരെ, the whole day in fasting and prayer. ഇത് തീവ്രമായ പ്രാർത്ഥന, തീവ്ര ദുഃഖം, തീവ്രമായ ഉപവാസം. ശരിക്കും ഇവിടെ യോശുവ എന്ന നേതാവിനെ നമുക്കങ്ങ് അഭിനന്ദിക്കാൻ തോന്നിപ്പോകും. ഇവിടെ നിങ്ങൾ ദയവായിട്ട് തന്നെ ശ്രദ്ധിക്കണം. യോശുവയ്ക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് പലരെയും പഴിചാരമായിരുന്നു. ഒന്ന്, 36 ഇസ്രായേല്യരാണ് ഛേദിക്കപ്പെട്ടത്. 5-ാം വാക്യം ഒന്ന് വായിക്കണേ. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ഷെബാരിയം വരെ പിന്തുടർന്ന് മലഞ്ചരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. ഒരു വലിയ കമാൻഡർ എന്ന നിലയിൽ 36 പേര് പോയാൽ നമുക്കെന്ത്? പോട്ടെ. അങ്ങനെ എണ്ണാൻ ജോഷുവ തയ്യാറായില്ല. ഓരോ യഹൂദനും അത്ര വിലപ്പെട്ടവനാണ്. തന്റെ ആർമിയിലെ 36 പേർ കൊല്ലപ്പെട്ടു. ആർമി തിരിച്ചോടി. ആ മരിച്ചുപോയവരെ കുറിച്ചുള്ള ഒരു ഫീലിംഗ് ഈ നേതാവിനുണ്ടായി. അദ്ദേഹം ദൈവസന്നിധിയിൽ നെടുപാട് വീണിരിക്കുകയാണ്. ഇതാണ് നമുക്ക് 5-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ 36 പേരല്ല ഉള്ളൂ. അവർക്ക് 36 വലുതാണ്. അന്നും അങ്ങനെ, ഞാൻ നിങ്ങളോട് പറയാം, ഇന്നും അങ്ങനെ. ഒരു ഇസ്രായേലിയൻ പോയാൽ ഐ വിൽ ടെൽ യു, അവരെ പിന്നെ ഒതുക്കാൻ ഒക്കത്തില്ല. ജോഷുവയ്ക്ക് ഇവരോടുള്ള സിമ്പതി, ജോഷുവയുടെ ആ ടെൻഡർ ഹാർട്ട് നമുക്കിവിടെ കാണാം. ഒരു നേതാവ് എന്ന നിലയിൽ ജോഷുവ ദൈവസന്നിധിയിൽ കമഴ്ന്നു വീണിരിക്കുകയാണ്. 2, യോശുവയ്ക്ക് വേണമെങ്കിൽ ഈ സ്ഥലം ഒറ്റുനോക്കാൻ പോയ സ്പൈസിനെ, ഒറ്റുനോക്കാൻ പോയവരെ പഴിചാരമായിരുന്നു. കൊണ്ടുവന്നിരിക്കുന്നവൻ ഒരു വലിയ റിപ്പോർട്ടുമായിട്ട് കുറച്ചു പേരെ വിട്ടാൽ മതി. എന്നിട്ട് എന്താ കിട്ടി? നിന്നെയൊക്കെ ആരാണ് ട്രെയിൻ ചെയ്തത്? ഇങ്ങനെ 4 വർത്തമാനം പറയായിരുന്നു. അത് ചെയ്തില്ല. കുടുംബത്തിലും ദൈവസഭയിലും ഓരോ കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ എല്ലാം നമ്മൾ ഓരോ കാര്യം പറഞ്ഞു വിടരുത്. അതിൽ കാരണങ്ങൾ കണ്ടേക്കാം. ആരെയും പഴിചാരരുത്. എന്തോ കാര്യം കാണും. 2-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ ഒന്ന് വായിക്കണം. He did not blame the spice. അവിടെ സ്പൈസ് ചെന്നാണ്, ഉറ്റുനോട്ടക്കാർ ചെന്നിട്ടാണ് അവര് കൊണ്ടുവന്ന റെക്കമെൻഡേഷൻ അനുസരിച്ച് ജോഷുവ ചെയ്തതാണ്. പക്ഷെ തോൽവി സംഭവിച്ചപ്പോൾ അവരെ അല്ല പഴിയാരുന്നത്. ജോഷുവയ്ക്ക് മനസ്സിലായി, ഗോഡ് ഈസ് നോട്ട് വിത്ത് us. ദൈവം എന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം ഈ സഭയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ദിസ് ഇസ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ഫങ്ഷൻ. സംതിങ് ഹാസ് ഗോൺ റോങ്. ഡോണ്ട് പ്ലേ ദ ബ്ലെയിം ഗെയിം. കൊയർ ശരിയല്ലായിരുന്നു, പ്രസംഗം ശരിയല്ലായിരുന്നു, കാർപ്പറ്റ് ശരിയല്ല, പിന്നെന്തുവാ, അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. കുടുംബത്തിലൊരു കാര്യമേ, അതെന്താ അങ്ങനെ, അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അവൾ ശരിയല്ല. അത് ബ്ലെയിം ഗെയിമാണ്. ജോഷുവ അങ്ങനെ ഒരാളല്ല. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിന് കിഴക്ക് ബേതാവിന്റെ സമീപത്തുള്ള ഹായിയിലേക്ക് ആളുകളെ അയച്ച് അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ഒറ്റുനോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ ഒറ്റുനോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട് ജനം എല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചെടുക്കാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. നമ്മുടെ കൂട്ടൊരു സഭയ്ക്കൊന്നും ഒരു വിഷയമല്ല. നമ്മള് എന്തിനാ എല്ലാവരും കൂടെ വെറുതെ ഇടുന്നത്? ജസ്റ്റ് അതാണ് റെക്കമെൻഡേഷൻ. ഞാൻ പിന്നീട് അത് സംബന്ധിച്ച് 1-2 കമന്റുകൾ പറയാം. താഴോട്ട് വായിക്കാൻ നേരമാക്കി. സർവ്വജനത്തെയും അവിടത്തേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുൻപിൽ നിന്ന് തോറ്റോടി. പക്ഷേ ഈ റിപ്പോർട്ട് കൊണ്ടുവന്നവരെ ബ്ലെയിം ചെയ്യുന്നില്ല. 3-ാമത്തെ കാര്യം, 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ നോക്കിയേ. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുൻപിൽ നിന്ന് തോറ്റ് ഓടി. ഓടിപ്പോയ പട്ടാളക്കാരെ കണ്ട് യു കവർഡ്സ്, അവരെ അല്ല ശകാരിക്കുന്നത്. എടാ, തൻ്റെ ഇടത്തോടെ നിൽക്കണം. ഇത് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുകയല്ല, നമുക്കെന്തോ പ്രശ്നം വന്നു. ഇതാണ് കുടുംബത്തിലും സഭയിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ why
ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാം, പല കാരണങ്ങളുണ്ട്. അതിലെ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെയും കാര്യം ഈ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാനല്ല താല്പര്യപ്പെടുന്നത്, പക്ഷെ ഇതും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ഈസി ആയിരുന്നു. എല്ലാവരെയും പരസ്യമായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് പട്ടാളക്കാരെ എല്ലാം കൂടെ നിരത്തിയിട്ട് നിന്നെയൊക്കെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് 10 വർത്തമാനമൊക്കെ പറഞ്ഞ് ആളുകളെ ഒന്ന് തണുപ്പിക്കുകയും ഇവർക്ക് ശിക്ഷയൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത് രോക്ഷമൊക്കെ പ്രകടമായി കാണിച്ച് അങ്ങനെ ആ നിലയിലൊക്കെ ഒത്തിരി കാര്യം ചെയ്യാമായിരുന്നു. ജോഷുവ അതിന് പകരം സകല ആളുകളും കാണെ ജോഷുവയും മൂപ്പന്മാരും ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നെടുമ്പാട് വീണിട്ടുണ്ടോ? സുല്ലിട്ടിട്ടുണ്ടോ? ആ റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടോ? സംതിങ് ഈസ് റോങ് വിത്ത് മീ, സംതിങ് ഈസ് റോങ് ഇൻ മൈ ഫാമിലി. അതിനാണ് ഉപവാസം, അതിനാണ് പ്രാർത്ഥന. ഇങ്ങനെയുള്ള ശക്തന്മാരായ നേതാക്കന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോശുവ ദൈവത്തിന്റെ കരമാണ് ഇതിൽ കണ്ടത്. ദൈവത്തിന്റെ ജനത്തിന് താഴ്ച വന്നെങ്കിൽ, നാണംകേടുണ്ടായെങ്കിൽ ഇതിന്റെ പിൻപിൽ എന്തോ സംഭവമുണ്ട്. അതിനാണ് ദൈവസന്നിധിയിൽ അദ്ദേഹം നിലത്ത് വീണ് കിടക്കുന്നത്. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയോട് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ വൻ മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയങ്ങൾ വരുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ അതിനെ കൈകാര്യം ചെയ്യരുത്. അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. 2, അതിനെ ക്വിക്ക് ഫിക്സ് പരിപാടി നോക്കും. ആരും അറിയൊന്നും വേണ്ട, അത് നമ്മുടെ ലോകജ്ഞാനമാണ്. ഈ 2 കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. യോശുവ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക. ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്, ഈ മെസ്സേജ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടാൻ നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഒരുപാട് സമയങ്ങളിൽ ഇങ്ങനെയാണ് ദൈവാത്മാവിനോട് ഇടപെട്ടത്. പല പരാജയങ്ങളും അടിക്കടി നിന്റെ കുടുംബത്തിൽ വന്നതിന്റെ കാരണം നീ ഒന്ന് തിരിയാൻ ദൈവം ഇത് അനുവദിച്ചതാണ്. പക്ഷെ നീ തിരിയത്തില്ല. നീ അതെല്ലാം നിന്റെ ബുദ്ധിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയാണ്. ഒന്നിനു പുറകെ ഒന്ന് നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പല വിഷയങ്ങൾ കുടുംബത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ, ഇത് ദൈവം എൻ്റെ അറ്റൻഷൻ പിടിക്കുകയാണ്, എനിക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാനുണ്ട് എന്ന കാര്യം പലരും തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്തവരെ പോലെ ആ സംഭവങ്ങളെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത് ജയകരമല്ല. അത് വൻ പരാജയത്തിലേക്ക് പോകുകയാണ്. മടങ്ങി വാ, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ശാശ്വത ജയത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം തരുന്ന ജയത്തിൽ നമുക്കല്ല മഹത്വം, ദൈവത്തിനാണ് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ ചിലർക്ക് ഇതാരോടാ പാസ്റ്റർ പറയുന്നത്? അറിഞ്ഞുകൂടാ. ദൈവം തന്നത് ഞാൻ വിശ്വാസത്താൽ പറയുകയാണ്. ഞാൻ ഇത് ചിന്തിച്ച് എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്ന സമയത്ത് ചില കുടുംബങ്ങൾ ഇങ്ങനെ വന്നു. അതുപോലും ഇപ്പൊ എൻ്റെ മനസ്സിലില്ല. ഞാനിത് വിശ്വാസത്താലാണ് പറയുന്നത്. എനിക്കത് മതി. എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യം അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ആത്മാവിന്റെ പ്രകാശനമുള്ളത് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു. അതിനെ ദൈവശബ്ദമായി തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്ത് ജയത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ മാനസാന്തരപ്പെടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നമ്മൾ വായിച്ച ഈ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഞാനത് അല്പം ഒന്ന് വിശദീകരിച്ച അതിന്റെ കോണ്ടെക്സ്റ്റിൽ, യോശുവ എന്ന് പറയുന്നത് was a man of prayer. Leaders have to be men of prayer. ഇവിടെ ഇരിക്കുന്ന സകല ഉപദേശിമാരോടും അവരുടെ കുടുംബങ്ങളോടും പറയാം, we have to be men of prayer. പ്രാർത്ഥന സംഘടിപ്പിക്കുന്നതിനേക്കാൾ നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം. ജോഷുവ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. വളരെ സക്സസ്ഫുൾ ലീഡർ ആയിരുന്നു. കാരണം he was a man of prayer. എന്നാൽ ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ എടുത്തു കാണിക്കാനുള്ളത്.
തോറ്റ് കഴിഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നത്, മുമ്പ് പ്രാർത്ഥിക്കണമായിരുന്നു. തോറ്റ് കഴിഞ്ഞിട്ടെങ്കിലും പ്രാർത്ഥിച്ചല്ലോ. നമുക്ക് തോറ്റ് കഴിഞ്ഞിട്ടും ഫിക്സാ, ഞാൻ നോക്കട്ടെ ഒക്കുമോ. ഇത് തോറ്റപ്പോഴേ മനസ്സിലായി ദൈവം കൂടില്ല. And he fell down before God. എന്താ ജോഷുവ ഈ യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കാഞ്ഞത്? അല്ല, യെരിഹോവിന്റെ വിഷയമൊക്കെ വന്നപ്പോൾ പ്രാർത്ഥിച്ചല്ലോ. 5-ാം അധ്യായമൊക്കെ പരിശോധിച്ചാൽ യെസ്, ഏത് കാര്യത്തിനും അവർ അങ്ങനായിരുന്നു ചെയ്യുന്നത്. ഇതെന്താ ഇവിടെ? അതെ, ഈ സ്പൈസ് പറഞ്ഞു ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഒരു 10,000 പേരെ ഒന്ന് വിട്ടാൽ മതി, നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും ഒരു വിഷയമൊന്നും അല്ലത്. അങ്ങനെ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഉപസിച്ച് തയ്യാറായി പോരാടി പ്രാർത്ഥിച്ച് അതിൻ്റെ ആവശ്യം കണ്ടോ? ചെറിയ നിലയിൽ ഡൈവേർഷൻ ഉണ്ടായി, വൻ പാളിച്ച സംഭവിച്ചു. അതാണ് 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ മുമ്പേ വായിച്ചതാണ്. ഈ ഒറ്റുനോക്കാൻ പോയവരുടെ റിപ്പോർട്ടുകളാണ് അവരെ ബലപ്പെടുത്തിയത്. അവർ ഓവർ കോൺഫിഡന്റ് ആയി. ദൈവം ഇല്ലേലും പിടിക്കാമടാ, അങ്ങനൊക്കെ ചിന്തിച്ചു പോയല്ലേ. അങ്ങനെ ഒന്നും പറഞ്ഞതോ ചിന്തിച്ചതൊന്നുമല്ല, പക്ഷെ അതാണ് റിയലി നടന്നത്. ജോലി എവിടെയും പോകുന്നതോ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നതോ വീസ കിട്ടുന്നതല്ല ജയം. ദൈവമാണോ പ്രാർത്ഥിച്ച് ദൈവമാണോ അയക്കുന്നത്, അവിടെയാ വിഷയം. ഓക്കെ, ലൈഫ് മുഴുവൻ ഇറ്റ് ഹാസ് ടു ബി കൺട്രോൾഡ് ബൈ ഗോഡ്. ദൈവം പറഞ്ഞിട്ടാണോ പോകുന്നത്? ഇല്ല, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പോകണം. ആളുകൾ പറയുന്നത് കേട്ടും വിദഗ്ധന്മാര് പറയുന്നത് കേട്ടുമല്ല കാൽച്ചുവട് വെക്കേണ്ടത്. ആയി പട്ടണം പോലെ ആയിപ്പോയി നമ്മുടെ ജീവിതം. ആയി പട്ടണത്തിൽ വളരെ നിഷ്പ്രയാസം നിസ്സാരമായി ഇസ്രായേൽ ജനത്തിന് തോന്നി, എടാ യെരിഹോവിന്റെ മതിലുകളെയൊക്കെ ഞങ്ങൾ താഴെയിട്ടതാണ്. യോർദാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് യോർദാൻ പിൻവാങ്ങി. പിന്നെ ആയി ഒക്കെ ഞങ്ങൾക്ക് വെറും ഹായ് പോലെയുള്ളൂ. അവിടെ നിന്ന് തോറ്റോടിയെന്ന് മാത്രമല്ല, 36 പേര് പോയി. യോശുവ സങ്കടപ്പെട്ടു. 36 കുടുംബങ്ങൾ അനാഥരായി. 36 കുടുംബങ്ങളിൽ കൂട്ടക്കരച്ചിൽ. സംതിങ് ഈസ് റോങ്. I trusted the report of the spies more than my God. ഇതൊരു വലിയ പാഠമാണ്. ജയിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. പക്ഷേ ഇൻവോൾവ് ഗോഡ് ഇൻ എവ്രിതിങ്. അതൊന്നും ഒരു വിഷയമൊന്നുമല്ല എന്ന് ചിന്തിക്കുന്നതിലും ദൈവത്തെ ഇൻവോൾവ് ചെയ്യണം. പ്രാർത്ഥന അതാണ്. പ്രയർ എന്ന് പറയുന്ന യു ആർ ഇൻവോൾവിങ് ഗോഡ്. അല്ല നമ്മളിപ്പോ ദൈവത്തോട് പറയാ, ദൈവമേ എനിക്ക് ഇന്ന് വൈകിട്ട് ഇന്ന ഒരു വിഷയം ഒരാളിനെ കാണാൻ പോകണം കർത്താവേ. അപ്പൊ ദൈവം പറയാണ്, എന്താണ് പറയുന്നത്? എടാ എനിക്കറിയത്തില്ല, ഏതായാലും നീ പറഞ്ഞ കാര്യമായി. ഒരിക്കലും ഇല്ല. God knows everything. He is sovereign, He is omniscient, omnipotent. ദൈവത്തിനെല്ലാം അറിയാം. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ദൈവത്തെ ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യാം. അങ്ങേ കൂടാതെ എനിക്ക് കഴിയില്ല ദൈവമേ. ഐ ആം ട്രസ്റ്റിംഗ് ഗോഡ്. ഇതിനകത്തൊന്ന് പഠിച്ചോണം. ഇത് പാഠം കുടുംബങ്ങൾ പഠിച്ചോണം. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭ പഠിച്ചോണം. വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് ജയിക്കണമെന്ന് നിർബന്ധമില്ല. വാഗ്ദത്തം ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ ആയി എന്ന് പറയുന്ന ഒരു നിസ്സാര പട്ടണത്തിന് മുൻപിൽ തോറ്റോടി. 36 പേർ കൊല്ലപ്പെട്ടു. വായ് ഇപ്പൊ പ്രാർത്ഥിക്കുക. ഇപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചല്ല ജോഷുവ, നേരത്തെ പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. ഈ വേദനയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങളോട് ദൈവം സംസാരിക്കും. യോശുവയോട് പറയുന്നത് എഴുന്നേൽക്കണമെന്നാ പറയുന്നത്. പക്ഷേ വൈകുന്നേരം വരെ കിടക്കാൻ ദൈവം അനുവദിച്ചു. പ്രാർത്ഥിര്, നീ അനുദപിക്ക്. യോശുവ വാസ് എ മാൻ ഓഫ് പ്രയർ. പക്ഷെ നേരത്തെ അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് ഈ പ്രാർത്ഥനയ്ക്കകത്തെ ചില വാക്കുകൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരാം. നമ്മൾ 6-ാം വാക്യം, 7-ന്റെ 6 ആദ്യം ഒന്ന് വായിക്കുക. അതാണല്ലോ നമ്മുടെ കുറിവാക്യം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണു കിടന്നു. തീവ്ര ദുഃഖം. ഇനി ശ്രദ്ധിക്കണം, 7-ാം വാക്യത്തിലെ പ്രാർത്ഥന വാചകം ശ്രദ്ധിക്കണം.
വായിക്കാം. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമ്മോന്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാൻ ഇക്കരെ കൊണ്ടുവന്നതെന്ത്? ഞങ്ങൾ യോർദാൻ അക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, മതി. ഇതാണ് 7-ാം വാക്യം. ഇത് ജോഷുവ പ്രാർത്ഥനയാണോ, ദൈവത്തെ ആരോപണങ്ങളാണോ, ദൈവത്തിന് കുറ്റാരോപണമാണോ? എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നെന്ന്? അതുകൊണ്ട് ആദാം പറഞ്ഞത് എന്തുവാ? നീ തന്ന ഈ സ്ത്രീ. ശരിക്കും ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്ര നിങ്ങൾ പരിശോധിച്ചാൽ ഈ ധ്വനി ആവർത്തിച്ചാവർത്തിച്ച് ഇവരിൽ വന്നിട്ടുണ്ട്. യോശുവയും കാലേബും ഒരു ഘട്ടത്തിൽ നേരെ നിന്നവരാണ്. പക്ഷെ ഇപ്പൊ യോശുവയിൽ അതേ ട്യൂണാ വരുന്നത്. ചെങ്കടലിന്റെ മുൻപിൽ വന്നപ്പോൾ പുറപ്പാട് പുസ്തകം 14:12 ഇതേ കാര്യം ഇസ്രായേൽ ജനം പറഞ്ഞതാണ്. ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇവിടിട്ട് കൊല്ലാൻ. 16-ാം അധ്യായം പുറപ്പാട് പുസ്തകം 3-ാം വാക്യം, 17:3 വിശപ്പും ദാഹവുമുള്ള സമയത്ത് മരുഭൂമിയിൽ അവര് ഇത് തന്നെ പറഞ്ഞതാ, ദൈവത്തെ ബ്ലെയിം ചെയ്യുക. ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? എന്നോടെന്തിനാ ഇങ്ങനെ ചെയ്ത്? അല്ലേ? നമ്മളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. വൈ ഗോഡ്, വൈ മീ? there may be a reason. ദൈവത്തെ ബ്ലെയിം ചെയ്യുക. എന്താണ് ഇവർ ഈ പറയുന്നത്? ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ അവർ വാസ്തവത്തിൽ പറയുന്ന, അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ ദൈവത്തെ അനുസരിച്ച് വന്നത് നിമിത്തം ഉണ്ടായതല്ലേ ഇതെല്ലാം. എന്തിനിങ്ങനെ കൊണ്ടുവന്നു? സംഖ്യാപുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 10 പേര് മടങ്ങി വന്ന് ദുർവർത്തമാനം പ്രചരിപ്പിച്ചു. കാലേബും യോശുവയും മാത്രമാണ് സ്പൈസിന്റെ കൂട്ടത്തിൽ വിശ്വസ്തരായി നിന്നത്. പക്ഷെ അന്ന് കേട്ട പാട്ടിപ്പോ യോശുവ പാടുക, ദുർവർത്തമാനത്തിന്റെ പാട്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അന്നൊന്നും മിണ്ടിയില്ല, അന്ന് വിശ്വസ്തനായി നിന്നു. ദൈവം തന്നെ ശ്ലാഘിച്ചു. ഹി ഹാഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. പക്ഷെ നേരിട്ടിപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം അപ്രതീക്ഷിതമായ വിഷയം, ഭയാനകമാകുന്ന വിഷയം, ജാതികളുടെ മുൻപിൽ ഹാസ്യ വിഷയമായി. പ്രാർത്ഥനയിലുള്ള വാചകമാണ്, അറിയാതെ ഹീസ് ടെല്ലിംഗ് ഗോഡ്, എന്താ എനിക്കിങ്ങനെ വന്നു? ആസ് ഇഫ് ഗോഡ് ഡിഡ് സംതിങ്. യോശുവയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, ഞങ്ങൾ എങ്ങനെ തോറ്റു? ഞങ്ങൾ തോക്കാൻ പാടില്ല. ഇസ്രായേലിന്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവമല്ലേ ഞങ്ങളെ ഈ മരുഭൂമിയിൽ നടത്തിയതും ഈ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കാൻ പറഞ്ഞതും? പിന്നെയല്ല ഞങ്ങൾ തോറ്റത്. ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതാണ് പ്രോബ്ലം. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ പരാജയം ഇതാണ്. ഒരു കാര്യം ഉച്ചരിക്കുന്നതിന് മുമ്പ് നമ്മളിലേക്ക് നോക്കണം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കണം, അകത്ത് നോക്കണം. അതിന് പകരമാണ് ദൈവം ഏതോ കുറ്റം ചെയ്തതുപോലെ പലരും പ്രാർത്ഥനയിൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രകടിപ്പിക്കുന്നത്. പ്രശ്നം നമ്മുടെ കയ്യിലാണ്. മുന്നോട്ട് പോകാൻ, ആത്മീകമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആത്മീക ആന്തരിക ശക്തിയില്ലാത്ത അനുഭവങ്ങൾ ദൈവമൊന്നും ചെയ്തിട്ടല്ല, എൻ്റെ അകത്തെന്തോ വേറെ പ്രശ്നമുണ്ട്. എനിക്കെന്തുകൊണ്ട് ശത്രുവിനെ പിടിച്ചെടുക്കാൻ ഒക്കുന്നില്ല, ഒതുക്കാൻ ഒക്കുന്നില്ല, എതിർക്കാൻ ഒക്കുന്നില്ല? എനിക്കെന്തുകൊണ്ട് ജയകരമായി? ദൈവം എന്ത് ചെയ്യാനാണ്? എൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല? അകത്ത് പ്രോബ്ലം ഉണ്ട്. ഇത് തന്നെയാണ് ദൈവസഭയ്ക്കകത്തും. സഭ പരാജയപ്പെടുമ്പോൾ, പാസ്റ്റർ ഒന്ന് വ്യക്തമാക്കാമോ, നമ്മുടെ സഭയിൽ പരാജയം വല്ലതും ഉണ്ടോ? ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ വ്യക്തമാക്കാൻ പോവുകയാണ്. ആത്മീക യുദ്ധം ചെയ്ത് ആത്മാക്കളെ വിടുവിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസഭയുടെ തോൽവിയാണ്. കഴിഞ്ഞ ആഴ്ച സുവിശേഷം പറഞ്ഞവർ എത്ര പേരുണ്ട്? ഒന്നോ ഒരു മുറിയോ ഇതിനകത്ത് കൈവക്കും. എന്താ, വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു? ഒന്നുമല്ല, ഞങ്ങൾ ഇവിടെ എല്ലാം പോയി. We have been defeated by the enemy. ചിലർക്ക് ഇതൊന്നും അല്ല, നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ഒരുങ്ങി ഏതാണ്ട് എന്താ ബ്യൂട്ടി പാർലറിലും ഒക്കെ പോയി ഏതാണ്ട് ഇതെന്തോ ഇവിടെ ഏതാണ്ട് ഫാഷൻ പരേഡ് വല്ലതും വന്നു. യു ഹാവ് ബീൻ ഡിഫീറ്റഡ്. അതാണ് പ്രശ്നം. അപ്പൊ ദൈവസഭയുടെ ഡിഫീറ്റ് ആ നിലയിൽ കാണാം.
എത്ര നാളായി ഒരു സ്നാനം നടന്നിട്ട്? എന്തുകൊണ്ടാണ് ദൈവസഭയിൽ കടന്നു വരുന്നവർക്ക് ദൈവവചനം പറയുമ്പോൾ ഉറക്കം മാത്രം വരുന്നത്? പിന്നെ നമ്മുടെ ഇടയിൽ ഒരു ക്വാളിറ്റി, ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിച്ചാൽ അവൻ ബാക്കി പ്രസംഗത്തിന്റെ പറയുമെന്നുള്ളത്. അത്ര നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ യോശുവയുടെ പുസ്തകം 7 പുള്ളി 8 തൊട്ട് പറയും. അങ്ങനെ തറവ്. എന്താ അതിന്റെ കാര്യം? We have been defeated. എന്ത് ചെയ്യണം? Pray. ദൈവത്തെ കുറ്റപ്പെടുത്തണ്ട. There is something wrong with us. അതെന്താണെന്ന് ഞാൻ പറയാം. ഡിഫീറ്റിനെ നമ്മൾ ഇങ്ങനെയാ കാണുന്നത് സഭയായിട്ട്. അല്ലാതെ ഈ സിമെന്റും കട്ടയെല്ലാം കൂടെ വെച്ചതല്ല ജയം. ഒരു ഹോളുള്ളതാണോ ജയം? മൈക്കുള്ളതാണോ ജയം? ക്യാമറ ഉള്ളതാണോ ജയം? പിശാച് പിടിച്ചു വെച്ച ജീവിതങ്ങളെ പ്രാർത്ഥിച്ച് പോരാടി സുവിശേഷം പറഞ്ഞ് ആ കെട്ടുകളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സമൂഹമായി നാം പരാജയപ്പെട്ടു എന്ന വസ്തുത നാം തിരിച്ചറിയണം. കുടുംബങ്ങളിൽ ആത്മീകമായിട്ട് മുന്നേറാൻ കഴിയാത്തത് എന്താണ്? കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? മാതാപിതാക്കളെ, അതിനെ ഒന്നും ബുദ്ധിയിൽ അനലൈസ് ചെയ്ത് ഓരോ കാര്യം പറഞ്ഞു പോകരുത്. ആത്മീകമായി സംഭവിച്ച എന്തോ ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഇതൊക്കെ വാച്ച് ചെയ്യണം ഓരോരുത്തരുടെ. എന്തല്ല എല്ലാം ഞങ്ങൾ ആക്റ്റീവാണ്. വേദോസം വായിച്ചോണ്ടോ? 10,000-3000 കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിലെ പിള്ളേർ ഇതിനകത്തിരിപ്പുണ്ട്. യോ പാഷ കണ്ടോ? പ്രോബ്ലം ഇസ് വിതിൻ അസ്. ഡോണ്ട് ബ്ലെയിം ഗോഡ്. ഞങ്ങളെ എന്തിനാ ഇങ്ങനെ ഇറക്കി തിരിച്ചത്? അതല്ല നീ പറയേണ്ടത്. നിന്റെ അകത്ത് പ്രശ്നമുണ്ട്, നിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, സഭയിൽ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പിന്നെ പറയാം. 8-9 വാക്യം. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു. യോശുവയെ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ കാണുന്നത്, ഞങ്ങളൊരു സമൂഹമായി തുടച്ചു മാറ്റപ്പെടും. ആൻഡ് യുവർ ഗ്ലോറി, അവിടുത്തെ നാമം വഹിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചാൽ യുവർ നെയിം, NLAG carries the name of Almighty God. ഇവിടെ തോൽവിയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ നാമത്തിന് ഡിസോണർ ആണ്. ഇവിടെ കടന്നു വരുന്ന കുടുംബങ്ങളിൽ പരാജയമാണെങ്കിൽ ഉറ്റുനോക്കുന്നവർക്ക് അവർക്ക് ദൈവത്തിന്റെ നാമത്തെ അപമാനിക്കാനായിട്ട് ഒരു വേദിയാകുകയാണ്. അങ്ങനെയല്ലേ ഇപ്പൊ പലതും നടക്കുന്നത്? എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിവോഴ്സുകൾ? അതെ, അങ്ങോട്ട് ഒക്കുന്നില്ല. ഇങ്ങനെ കാണിച്ചാലൊന്നും ഒക്കത്തില്ല. മാനസാന്തരപ്പെടണം. നിന്റെ അകത്ത് പാപമുണ്ട്, അതാ പ്രശ്നം. അതായത് ജെല്ലാകുന്നില്ല. ഇങ്ങനെ കാണിച്ചാൽ ജെല്ലാകത്തില്ല. സ്തോത്രം. ഭാര്യയെ തല്ലുന്ന പുള്ളികൾ, മറ്റേതൂടെ പറയണമല്ലോ, ബാലൻസ്ഡ് ആയി. ഭർത്താവിനെ തല്ലുന്ന പുള്ളിക്കാരികൾ. ദൈവത്തിന്റെ നാമത്തിന് അപമാനമാണ്. ഇവിടെയാണ് ജോഷുവ is getting to the heart of the matter. ഇസ്രായേലിന്റെ പരാജയം, it has robbed God of glory. അത് ഓർത്ത്, അത് മനസ്സിലാക്കി മാനസാന്തരപ്പെടുക. ഞാൻ നിമിത്തമോ, എന്റെ കുടുംബം നിമിത്തമോ, ദൈവസഭ നിമിത്തമോ ദൈവത്തിന്റെ വലിയ നാമത്തിന് അപമാനം വന്നോ? മാനസാന്തരപ്പെട്. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് ഇവിടെ വായിച്ചത്. What will you do for your great name? സ്തോത്രം. ഈ ഒരു പ്രാർത്ഥന ശരിക്കും യോശുവ എന്ന നേതാവ് പഠിച്ചത് ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തെ ലീഡർഷിപ്പിലേക്ക് നയിച്ച മോസസിൽ നിന്നായിരിക്കാനാണ് സാധ്യത. മോസസ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ശരിക്കും ദൈവസഭ ഇത് ഏറ്റെടുക്കണം, പഠിക്കണം. പുറപ്പാട് 32, 11 മുതൽ 13 വരെ, സംഖ്യാപുസ്തകം 14, 13 മുതൽ 16 വരെ ഒക്കെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ച് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എടുത്തു പറയാനുള്ളത്, നേതാവിന് അദ്ദേഹത്തിന്റെ ഫെയിമോ പേരോ റെപ്യൂട്ടേഷനോ അല്ല വിഷയം. യുവർ നെയിം ഗോഡ്. പ്രൈസ് ദി ലോർഡ്. യുവർ നെയിം. നമുക്കെല്ലാം വിഷയം എന്താണെന്നറിയോ? എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ പേര്. അതല്ലിവിടെ. കുടുംബത്തിന്റെ പേരോ NLAGയുടെ പേരോ അല്ല വിഷയം. വി ക്യാരി ദ നെയിം ഓഫ് ഗോഡ്. ദൈവം ഇടപെടുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക.
10-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ, 10-ാം വാക്യം, യഹോവ യോശുവോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്ത്? Come on, get up. അപ്പൊ ആ സമയം വരെ, ആ സന്ധ്യ വരെ അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിച്ചു. അതിനുശേഷമാണ് ദൈവം പറയുന്നത് എഴുന്നേൽക്കുവാൻ. 11-ാം വാക്യം, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് കുടുംബത്തിൽ തോറ്റു? എന്തുകൊണ്ട് തലമുറ തോറ്റു? എന്തുകൊണ്ട് ദൈവസഭയ്ക്ക് തോറ്റുപോയി? ദൈവസഭയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഹിഡൻ സിൻ, പ്രത്യക്ഷത്തിൽ കാണത്തില്ല, ഉള്ളിലുണ്ട്. നമുക്ക് ഈ ചരിത്രം അറിയാം. ആഖാനെ പറ്റിയാണ്. പുള്ളി സഭായോഗത്തിന് വരുന്നവനാണ്. പുള്ളി സഭായോഗത്തിനൊക്കെ ആരും അറിയില്ല. ആഖാനച്ചാൻ ഇടയ്ക്ക് ഞെട്ടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. നമ്മൾ ആഖാനച്ചാൻ ഭയങ്കര സംഭവമാണല്ലോ. ആഖാനച്ചാൻ വലിയ ഗുണ്ട് ടീമാണ്. ലാസ്റ്റിലാ പൊക്കിയപ്പം ഇഷ്ടം പോലെ ചരക്കുമൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ അതിന്റെ മണ്ടക്കിരുന്ന് പുള്ളി അങ്ങ് ചാടി. അതാ തോൽവി. ഹിഡൻ സിൻ. പ്രത്യക്ഷത്തിലാണെങ്കിൽ നമ്മളെല്ലാം പിടിക്കും, ശാസിക്കും. എന്തുകൊണ്ട് കുടുംബത്തിന് ശത്രുവിന്റെ മുൻപിൽ നിൽക്കാനൊക്കത്തില്ല? അയ്യോ, അതൊന്നും ഒരു വിഷയമല്ല. വിഷയമാ. പാപമകത്തുണ്ടെങ്കിൽ ദൈവം നിന്റെ കൂടെ വരത്തില്ല. പെന്തിക്കോസ്ത് ആയതുകൊണ്ട് വരുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. ഇസ്രായേൽ ജനമല്ലേ, ഞാൻ വാഗ്ദത്തമൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഗ്ദത്തമുണ്ട്. നേരെ ചൊവ്വേ വചനം അനുസരിച്ചല്ലെങ്കിൽ ദൈവം കൂടെ നിൽക്കത്തില്ല. ദൈവം കൂടെ നിൽക്കത്തില്ല. കാര്യം മനസ്സിലാക്ക്. എന്തുകൊണ്ടാണ് മക്കൾ പിന്മാറ്റത്തിൽ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കുടുംബമായിട്ട് പിന്മാറ്റത്തിൽ പോകുന്നത്? ട്രീറ്റ്മെന്റ് പിന്നീടല്ല, അന്നേരം മാനസാന്തരം. യോശുവ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയി. ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. യോശുവ എന്ന പഴയ നിയമ നേതാവ് പിന്നീട് ഇത് മനസ്സിലായത് ഇങ്ങനൊരുത്തൻ ഉണ്ടെന്ന്. പാവം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുകയാണ്. പുതിയ നിയമത്തിൽ പത്രോസിനെ വെട്ടിക്കാൻ ഒക്കത്തില്ല. കേറി വന്നപ്പോ തന്നെ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു. ആദ്യം ഭർത്താവ്, പിന്നെ ഭാര്യ, രണ്ടും കൂടെ താഴെ കിടന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും there is judgment for sin. എന്തുകൊണ്ടാണ് ആത്മാഭിഷേകം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ദൈവകൃപയും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത്? ശത്രുവിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. ഒരു കാര്യം ഇതാണ്, there is hidden sin. അതിന് വേറെ ഒരു മാർഗവുമില്ല, അനുദപിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ട് സിന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ആഞ്ഞ് കൈയടിക്കും, ചാങ്ങടും. അത് കാണുമ്പോൾ ദൈവം മനസാരമില്ല, കുറച്ചൊക്കെ പാപം ചെയ്ത ആരാ അങ്ങനെ പാപം ചെയ്യാത്ത? അതുകൊണ്ട് നമ്മൾ എത്രയും ചാടുന്ന ഒരാളല്ലയോ? അങ്ങനെ ഒരാളല്ല ദൈവം. അങ്ങനെയുള്ള ഒരാളല്ല ദൈവം. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. 11-ാം വാക്യമാണ്, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എന്ന് പറഞ്ഞാൽ ഡിവോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ആരും അറിഞ്ഞില്ല. അവിടെ പോയി ഒരു ഒപ്പിട്ടു, ഇവിടെ പോയി ഒരു കൈക്കൂലി കൊടുത്തു, അവിടെ പോയി ഗ്ലോറി. കൊള്ളാമല്ലോടാ ഇത്. You will not stand before the enemy. എത്ര സീരിയസ് ആയിട്ടായി കാര്യം. ഈ ശപഥാർപ്പിതം എന്നുള്ളത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. യോശുവ 6, 17 മുതൽ 19. ഇസ്രായേൽ ജനം യെരിഹോവ് പിടിച്ചെടുക്കുമ്പോൾ ദൈവം അവർക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കൽപ്പനകൾ കൊടുത്തിരുന്നു. വായിക്കാമോ? ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ഈ ശപഥാർപ്പിതമായി. പട്ടണം എന്ന് പറഞ്ഞാൽ ജെറിക്കോയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അടുത്ത ശ്രദ്ധിച്ചു കേട്ടോണം. വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരേണം. ആഖാൻ എന്ത് ചെയ്തു? ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളെ ആഖാൻ എടുത്തോണ്ട് പോയി. ദൈവത്തിന്റെ കൽപ്പനകളെ, വചനത്തെ തുച്ഛീകരിച്ചു. എന്നിട്ട് അതുകൊണ്ട് മറവ് ചെയ്തു. കള്ളൻ അറിയത്തില്ലേ ഇത് കള്ളത്തരമാണ്, അതുകൊണ്ടല്ലേ മറവ് ചെയ്തത്. സഹോദരങ്ങളെ, ദൈവത്തിന് നിവേദിച്ച വല്ലതും മൂട്ടിച്ചിട്ടുണ്ടോ? ചിലർ നല്ല രസമാ എന്തെങ്കിലും ചോദിച്ചാൽ
പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച വരാതിരിക്കുന്നത് അല്ല, ഓൺലൈനില്ല, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാനൊക്കത്തില്ല. ഇന്നത്തെ മെസ്സേജ് കേട്ടേച്ച് നീ പോകണം. ദൈവത്തിന് കൊടുക്കേണ്ടത് വല്ലതും ഓടിച്ചിട്ടുണ്ടോ? പന്ത്രണ്ടാം വാക്യം 12 മുതൽ 14 വരെ അല്ലെങ്കിൽ 15 വരെ ഇവിടെ ആവർത്തിച്ച് 6 തവണ നിങ്ങൾക്ക് ശബദാർപ്പിത വസ്തുക്കൾ അല്ലെങ്കിൽ ശബദാർപ്പിതം എന്നുള്ള ആ വാക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പെട്ടെന്നൊന്ന് വായിക്കാം അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് ഇതാണ് പ്രശ്നം. പാപം ചെയ്താൽ ശത്രുവിന്റെ മുൻപിൽ നിൽക്കാൻ ഒക്കത്തില്ല. മോൾ അവിടെ നിർത്തിക്കൊണ്ട് ആവർത്തന പുസ്തകം 23 14 വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്കൽ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. God is a holy God. He expects holiness from his people. മടങ്ങി വാ, നമ്മൾ വായിച്ച 12ാമത്തെ വാക്യത്തിലേക്ക്. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. ഇപ്പൊ എത്രാമത്തെ വാക്യമാണ് വായിക്കുന്നത്? 13. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഓക്കെ, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ഓക്കെ, 14-15 കൂടെ വായിക്കാം. നിങ്ങൾ രാവിലെ ഗോത്രമായി അടുത്തു വരേണം. അത് പിടിക്കാൻ പോവാ, ആഖാനെ പിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഗോത്രമായി അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലമായി അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബമായിട്ട് അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തു വരേണം. 15-ാം വാക്യം. ശബദാർപ്പിത വസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു കോംപ്രമൈസും ദൈവത്തിനില്ല. എന്താ വിഷയം? വചനം ലംഘിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തിട്ട് മറവ് ചെയ്ത് ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ ആയിരിക്കുന്നു. അത് നിമിത്തം ജനത്തിന് പരാജയം. അപ്പൊ ഇവിടെ പ്രത്യേകം ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഇവിടെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ ആഖാൻ പാപം ചെയ്തെന്ന്? ദൈവം എന്താ പറയുന്നത്? ഇസ്രായേൽ പാപം ചെയ്തെന്ന്. ഇസ്രായേൽ എല്ലാം പാപം ചെയ്തു. ഈ ഒരു മനുഷ്യൻ ചെയ്ത വചനവിരുദ്ധമായ ഈ മോഷണവും വചനലംഘനവും സമൂഹമായിട്ടാണ് ദൈവം കാണുന്നത്. അതെന്താണ്? ശരിയാണ്, അവരുടെ ഇടയിൽ ഗോത്രങ്ങളും കുലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ജനമാ, they are one. ഇതുപോലെയാണ് സഭ. ഒരു കുടുംബം മതി മുന്നോട്ടുള്ള ഗതിയെ മുട്ടിക്കാൻ. ഇതുപോലാണ് നിങ്ങളുടെ കുടുംബം. ഒരുത്തൻ അല്ലെ ഒരുവൾ മതി, അവൾ കാണിച്ചത് നിമിത്തം കുടുംബത്തിലെ ബുദ്ധിമുട്ടാവും. സ്ട്രോങ് ആക്ഷൻ ആണ് ഇവിടെ വേണ്ടത്. എല്ലാം ഓക്കെയാ? നോ. പ്രൈസ് ദി ലോർഡ്. ആഖാനെ നമ്മൾ ഓർക്കും മാനസാന്തരം. ആഖാനെ അങ്ങോട്ട് ചെന്ന് യോശുവ വിളിക്കുന്ന മകനെ നമ്മൾ ഓർക്കാം. മകനെ എന്നുള്ള വിളി അല്ലേ, നല്ലൊരു വിളിയാണെന്നല്ലോ. പുള്ളിക്ക് ഇപ്പം ഇനിയും കാനഡയ്ക്ക് പോകാനുള്ള വിസയുടെ കാര്യം വല്ലതുമാണെന്ന് പറയാൻ. മകനെ. God dealt ruthlessly with him. അതെന്താണ്? ദൈവത്തിന്റെ വചനത്തെ കാറ്റിൽ പറത്തുന്നവനാണ്. 13-ാം വാക്യത്തിൽ നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഹോൾ ഇസ്രായേൽ ഈസ് ആൻസറബിൾ. ഒരാൾ ചെയ്തത്. ആഖാൻ ചെയ്ത പണി എത്ര ഭയങ്കരമാണ്. എന്താ കൊയ്തതെന്നറിയാമോ? ദൈവം കൃത്യമായിട്ട് ആദ്യം ട്രൈബ്, യഹൂദ ട്രൈബ്, പിന്നെ കുലമ, പിന്നെ വീട്, ആളിനെ പൊക്കി. അവനും അവന്റെ മുഴുക്കുടുംബവും നശിച്ചു. ഈ മക്കൾ വല്ലതും ചെയ്തതാണോ? നീ ചെയ്യുന്ന പല തൊന്തരങ്ങളും നിന്റെ പിള്ളാര് കൊയ്യും. ആഖോർ താഴ്വര എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ എല്ലാം കൂടെ അവനെ എറിഞ്ഞു കൊന്നു.
ആഖോർ താഴ്വര. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു പാപം. നിങ്ങളത് 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വന്നാട്ട്. 21-ാം വാക്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട്. കണ്ടു പിന്നെ കണ്ട് മോഹിച്ചെടുത്തു. മോഹിച്ചു. എന്നിട്ട് അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ഘട്ടം ഘട്ടമായിട്ടാ. സ്തോത്രം. എന്താ ജയിക്കാൻ കഴിയാത്തത്? ഒരു കാരണം പാപമാണ്. അതിനെ ന്യായീകരിച്ചെന്ന് പകൽ പോകരുത്. ആസാരമല്ല പിള്ളേരൊക്കെ അങ്ങനെയൊക്കെയാന്നേ. നോ, പാപം ദൈവസന്നിധിയിൽ പാപമാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ശത്രുവിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ശത്രുവിന്റെ മുൻപിൽ ജയം തരേണ്ട ദൈവം നമ്മുടെ കൂടെ നിൽക്കത്തില്ല. സഭയായി ഉണരുക, കുടുംബങ്ങളായി ഉണരുക, വ്യക്തികളായി ഉണരുക. നമ്മുടെ വ്യക്തിപരമായ രഹസ്യ പാപങ്ങൾ അനേകരെ ബാധിക്കുന്നതാണ്. ഒരു സമൂഹത്തെ മുഴുവനും ബാധിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം മനസ്സിലാക്കുക. പാപത്തെ ലഘൂകരിക്കരുത്. സാരമില്ല. നോ. നമുക്ക് മുന്നോട്ടൊരു യാത്രയുണ്ട്. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്ത അനേക കാര്യങ്ങളുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ദൈവം വ്യക്തിപരമായി, കുടുംബമായി, ഓൺലൈനിൽ ദൈവദാസന്മാർ സഭയായിട്ടൊക്കെ തന്ന വാഗ്ദത്തങ്ങളുണ്ട്. ദൈവത്തിന് ഈ വാഗ്ദത്തങ്ങളിൽ നമ്മളെ കൊണ്ടാക്കണമെങ്കിൽ ഒന്നാമത് ശുദ്ധീകരണം ഏറ്റെടുക്കുക, വ്യക്തിപരമായി അനുദപിക്കുക, മടങ്ങി ദൈവവചനത്തിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും മടങ്ങി വരിക. അതിന്റെ ഒരു ലക്ഷണമാണ് സഭായോഗങ്ങളിൽ കടന്നു വരിക. സൈറ്റിൽ സഭായോഗം നടക്കുമ്പോഴും കടന്നു വരാൻ ഒക്കാത്തത് പിന്മാറ്റത്തിന്റെ ലക്ഷണമാണ്. ഒരാൾക്ക് ഒരു അസുഖം വന്നു, ഒരു പ്രയാസം വന്നു, അല്ലെങ്കിൽ ഒക്കത്തില്ല, അല്ലെ വേറെ കണ്ട് പോയിരിക്കുക, അവർക്ക് വരാനൊക്കത്തില്ല. പക്ഷെ നിരന്തരമായി നിങ്ങൾ അതാണ് ഒരു ആയുധമായി എടുക്കുന്നെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് വരാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. ഓൺലൈനിലല്ല പ്രധാന ശുശ്രൂഷകൾ ഇരിക്കുന്നത്. അത് സൗകര്യാർത്ഥം കടന്നു വരാൻ കഴിയാത്തവർക്ക് വേണ്ടിയാ. പക്ഷെ കടന്നു വരുവാനായി അവസരങ്ങളും ആരോഗ്യവും ഉണ്ടായിട്ടും വരാതിരിക്കുന്നത് തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ജയം വേണം. എനിക്ക് ജയം വേണം. എൻ്റെ കുടുംബത്തിൽ ജയം വേണം. NLAG ജയം വേണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ജയിക്കണമെന്നല്ല. ദൈവം ഇവിടെ ആരെയും തോപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നുമില്ല. പക്ഷെ ദൈവത്തിന് കൂടെ വരണമെങ്കിൽ പാളയം ശുദ്ധീകരിക്കപ്പെടണം. നാം വ്യക്തിപരമായി ശുദ്ധീകരണം ഏറ്റെടുക്കണം. ദൈവസഭയായി ശുദ്ധീകരണം ഏറ്റെടുക്കണം. അവിടെ തന്നെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. ആയിൽ തോറ്റുപോയതൊരു വാർണിംഗ് ആയി മാറണം. എതിരാളിക്ക് ഭയങ്കര വലിപ്പമുള്ളത് കൊണ്ടല്ല യോശുവ തോറ്റത്, നിസ്സാരന്മാരോട് തോറ്റു. എന്താ ഇതിന്റെ അർത്ഥം? എടാ പൊന്നുമോനെ, നീ ജയിച്ചത് മുഴുവനും ദൈവം നിന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാ. ദൈവം കൂടെ ഉണ്ടായത് കൊണ്ടാ. അത് നീ മറന്നു പോകരുത്. ഇന്ന് നിന്റെ തലമുറയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാ. ഈ ദൈവം വരാതെ ഇരുന്നാൽ ഈ പട്ടണത്തിന് മുൻപിൽ നീ സുല്ലിടേണ്ടി വരും. 36 പട്ടാളക്കാർ സംഹരിക്കപ്പെട്ടു. ഇസ്രായേൽ തിരിഞ്ഞോടി എന്ന് പറഞ്ഞാൽ എന്ത് നാണംകേടാണിത്? ആർ യു ഇൻ ദ വിൽ ഓഫ് ഗോഡ്? ദൈവം വെച്ചിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി തയ്യാറാണോ? ദൈവം കൂടെ നിൽക്കുമോ? സകല ഹൃദയങ്ങളെയും വിചാരങ്ങളെയും അറിയാവുന്ന ദൈവം താങ്കളുടെ കൂടെ, എൻ്റെ കൂടെ, സഹോദര സഹോദരി, കർത്തൃദാസനെ, ആന്റി കൂടെ നിൽക്കുമോ? പുറമേ അല്ല ദൈവം കാണുന്നത്. ആഖാൻ്റെ ഒരു നല്ല വിശ്വാസി. പുള്ളി ഒന്ന് എന്നത്തെ ഒരു സഭായോഗത്തിന് ഒരു സന്തോഷം, നല്ല ഇതാണ്. പുള്ളി കൈയൊക്കെ പെട്ട് പാട്. ഗോത്രത്തെ വിളിച്ചു, എടാ നമ്മുടെ ഗോത്രം വന്നല്ലോടാ, എന്നിട്ടും പറയുന്നില്ല. കുലം വിളിച്ചു, മോനെ എടാ നമ്മുടെ കുലം തന്നെയാണ്, വല്ലതും അറിഞ്ഞോടാ യോശുവ? കുടുംബം, മോനെ ആക്കാനെ എന്താ? പിള്ളേർ പറഞ്ഞ ധൈര്യമായിട്ടിരുന്ന കാനഡയുടെ കാര്യമാണ്, കാനഡയുടെ വിസയുടെ കാര്യമാണ്. ഇവിടെ കാനഡ അല്ലിത്. പാവമുണ്ട് നിനക്ക് വിസ കാനഡയുടെ പറയുന്ന വേറെ പ്രവാചകന്മാരുണ്ട്. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. മാനസാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. വലിയ ഭയാനകമായ അന്ത്യമല്ലേ? 25-ാം വാക്യം 26-ാം വാക്യം വായിച്ച് ഞാൻ നിർത്താൻ ശ്രമിക്കാം.
നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യോശുവ ചോദിക്കുക, ഞങ്ങളെ നീ വലച്ചത് എന്താ ചെയ്തവന്? അവനാ പാപം ചെയ്തത്. ദൈവം പറയുന്ന ഇസ്രായേൽ പാപം ചെയ്തു, ന്യായവിധി നടക്കാൻ പോവുക. യോശുവ പറഞ്ഞ നീ ഞങ്ങളെ വലച്ചതെന്ത്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേൽ എല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി. അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു. ഇതാണ് ആഖാന്റെ എൻഡ്. ഈ മോട്ടിച്ചപ്പോഴും കണ്ടു, മോഹിച്ചു, കുഴിച്ചിട്ടു, അന്നേരം ഇതാണ് അവസാനമെന്ന് അറിയുന്നില്ല. ദൈവഹിതമില്ലാതെ ഉള്ള പരിപാടികളുടെ മുഴുവനും അതിന്റെ അവസാനം എന്താണെന്ന് ആരും അറിയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ആഖാനെ ആഖോർ താഴ്വരയിൽ എല്ലാം കൂടെ കല്ലെറിഞ്ഞ് വന്നുകൊണ്ട് ഇവിടെ ആരും കല്ലെറിഞ്ഞ് ആരെയും താക്കണമെന്നല്ല ഈ പറഞ്ഞത്. ചിലർ ഇനി അങ്ങനെ പുള്ളി പറഞ്ഞു ഇന്നത്തെ ദൂതില് നമുക്ക് പാവം ചെയ്യുന്നവരെല്ലാം കൂടെ കല്ലെടുത്തെറിയണമെന്ന്. പുതിയ നിയമത്തിൽ അങ്ങനെ കല്ലെറിയുന്ന കാര്യങ്ങളില്ല. പഴയ നിയമത്തിൽ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നടന്നു, ദൈവം അവരോട് പറഞ്ഞതാണ്. പക്ഷെ പുതിയ നിയമത്തിലുള്ള നമുക്ക് ഇതൊരു ഉത്തമ ഉദാഹരണമാണ്. ശക്തനായ യോശുവയുടെ നേതൃത്വത്തിൽ പോകുന്ന, യോർദാനെ മറികടന്ന്, യെരിഹോവിനെ മറികടന്ന് മുന്നേറിയ ഈ ജനത്തിന് ഒരു കൊച്ചു പട്ടണത്തിന് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു. അതിന്റെ കാരണം ദൈവം അവരോട് കൂടെ ഇല്ല. ദൈവം ഇല്ലായിരുന്നു എന്ന് യോശുവയ്ക്ക് അന്നേരം മനസ്സിലായില്ല. ഉറ്റുനോക്കുന്നവർ പറഞ്ഞ വാക്കനുസരിച്ച് അങ്ങ് കയറി പ്രവർത്തിച്ചു. നമ്മുടെ കുടുംബത്തിലോ സഭയിലോ ഇത് നടക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ചല്ല നിങ്ങൾ നീങ്ങേണ്ടത്. അവിടെ ഇങ്ങനെ നല്ല ഹോളുണ്ട്, അങ്ങോട്ടങ്ങ് ചാടിയേക്കാം. ചാടരുത്. എന്താ ദൈവഹിതം എന്നുള്ളത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ പാപം, ഒരു സ്ത്രീയുടെ പാപം ആ കുടുംബത്തെയും ഒരു സമൂഹത്തെയും വലച്ചു. ദൈവത്തിന്റെ നാമത്തിന് അപമാനം കൊണ്ടുവന്നു. ശത്രു ജയിച്ചു. ദൈവത്തിന്റെ നാമത്തിന് ഭയങ്കര അപമാനം വന്നു. വ്യക്തിപരമായി നിങ്ങൾ ഇത് ഓരോന്നും അപ്ലൈ ചെയ്യുക. തലമുറയുടെ ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതം, എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യും. വചനം വിട്ടുപോയാൽ കടുത്ത വില നമ്മൾ കൊടുക്കേണ്ടി വരും. ദൈവം ശിക്ഷിക്കും. അല്ല, ഇവിടെ വ്യക്തികൾ ആരും കിടന്ന് കല്ലെറിയത്തൊന്നുമില്ല. ദൈവത്തിന്റെ ശിക്ഷണ നടപടികൾ ഉണ്ടാകും. ദൈവം കൂട്ടു നിൽക്കത്തില്ല. പാപവുമായിട്ട് ദൈവത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. വിശുദ്ധ ജനമാണെങ്കിൽ ദൈവം അവരുടെ നടുവിൽ വന്ന് താമസിക്കും. ദൈവം നമ്മുടെ കൂടെ താമസിക്കും, നമ്മളിൽ നിരന്തരമായിരിക്കും. മറ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ the presence of God will be lifted away. പിന്നെ നമ്മൾ പറയും we are Pentecost, we are Israelites, but you will be defeated. കുടുംബജീവിതത്തിൽ ഡിഫീറ്റ് ഉണ്ടാകും. വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ ഡിഫീറ്റ് ഉണ്ടാകും. സഭയുടെ ഭാവിയിൽ ഡിഫീറ്റ് ഉണ്ടാകും. ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, പ്രിപ്പയർ യുവർ സെൽഫ്, ലെറ്റ് ഗോഡ് ലീഡ് us. അതാണ് വിക്ടറി. ദൈവം നമ്മളെ നയിച്ചാൽ മതി, അതാണ് വിക്ടറി. കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. വായ തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. മാനസാന്തരപ്പെട്ടിട്ട് വേണം പോകാൻ. ഇന്ന് പകൽ നിങ്ങളോട് എത്ര പേരോട് ദൈവം ഹൃദ്യമായിട്ട് ഇടപെട്ടു? നിങ്ങളോട് ഹൃദ്യമായിട്ട് എത്ര പേരോട് ഇടപെട്ടു? അവരുടെ കരം മാത്രം ഒന്ന് കാണട്ടെ. ഹൃദ്യമായി ദൈവം ഇടപെട്ടെങ്കിൽ ആ കരം നിങ്ങൾ താഴ്ത്തിയിട്ടിട്ട്, നിങ്ങൾ ഈ സമയത്ത് ആ വചനം നിങ്ങളോടാണ് ഇടപെട്ടത്, നിങ്ങൾ വാ തുറന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ കരയെ, നിങ്ങളുടെ കരമെല്ലാം താഴ്ത്തിയിട്ടിട്ട് നിങ്ങൾ ദൈവമായിട്ട് അങ്ങ് കണക്ട് ആകുക. ഇത് കൃപയുടെ ഒരു ദിവസമാണ്. കൃപ നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ഏറ്റവും വലുത് അവിടുത്തെ സാന്നിധ്യമാണ്. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ചു പോയി. ഇതൊരായി എന്ന് പറയുന്ന പോലുള്ള ചെറിയ വിഷയമാണ് എന്ന് ചിന്തിച്ച് ഞങ്ങൾ കാല് വെച്ചുപോയി. നിസ്സാരമാണെന്ന് ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആയിയുടെ മുൻപിലും നിൽക്കാൻ ഒരു ദൈവമുണ്ട്. ദൈവകൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. യെരിഹോവിന് ദൈവം മതി, ആയിക്ക് ദൈവം വേണ്ട എന്നുള്ള ചിന്ത ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾക്ക് ജയം തരണമേ. വാ തുറന്ന് പറഞ്ഞാട്ടെ. ആരെയും ദൈവം നിരാശനായി അയക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ അന്തരാത്മാവിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു വിഷയം അഭിമുഖീകരിക്കുമ്പോൾ അതിനെ മാനുഷിക ബുദ്ധിയിൽ നിങ്ങൾ തരണം ചെയ്യരുത്. മാനുഷിക ബുദ്ധിയിൽ നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് കെട്ടിൽ നിന്ന് കെട്ടിലേക്ക് നിങ്ങൾ പോകും. അത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമെങ്കിൽ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറ. പാപത്തെ ഉപേക്ഷിക്ക്, വചനത്തിലേക്ക് മടങ്ങുക. നിസ്സാരമായി ആയെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയും.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, വായ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, വായ തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്ക്, തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്ക്. എന്തുകൊണ്ടാണ് ഈ തലമുറ ഇവനൊന്ന് നേരെയാകാത്തത്? ദൈവത്തോട് നിലവിളിക്ക്. മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. ആയുടെ മുൻപിൽ നമ്മൾ തോക്കേണ്ടവരല്ല. NLAG തോക്കേണ്ടവരല്ല. നമ്മുടെ കുടുംബങ്ങൾ തോക്കേണ്ടവരല്ല. ശത്രുവിന്റെ മുൻപിൽ നമുക്ക് ജയം ദൈവം തരും. മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം എന്ന് ദൈവമല്ലേ പറഞ്ഞത്? നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യരും നിനക്കെതിരെ നിൽക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞു എങ്കിൽ അതങ്ങനെ തന്നെയാണ്. പാപത്തെ മാറ്റ്, പാപത്തെ മാറ്റ്. സിനിമയിൽ നമുക്ക് വേണ്ട, വെറിക്കൂത്തുകൾ നമുക്ക് വേണ്ട, വേറെ പരിപാടികൾ നമുക്ക് വേണ്ട. മടങ്ങി വാ. ഹല്ലേലൂയ. ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ.